ഒഫീഷ്യലി നമ്മളെ യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചേട്ടൻ വൈജഗ്രാം ഭക്ഷണം കഴിച്ച് മീറ്റർ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ട്രിവാൻഡ്രം ടൗൺ അല്ലെങ്കിൽ ഇവിടെ വരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അത്യാവശ്യം നല്ല വിയർക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഇവിടുന്ന് നേരെ വർക്കല പോവാണ്. ഇന്നലെ പോകേണ്ടതിനും ഇന്നലെ നമ്മൾ നേരെ അവിടേക്ക് ടിക്കറ്റ് എടുത്താണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 5:30 ഇപ്പോൾ വരുന്ന ശതാബ്ദിക്ക് നമ്മൾ നേരെ വർക്കലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ്. നല്ല മഴ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബോഗി D13 കേട്ടോ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ശതാബ്ദിക്ക് 30-31 നേരെ കയറണം. ട്രെയിനിൽ കയറി, ഇതാണ് നമ്മൾ ട്രെയിൻ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. നമ്മളുള്ളത് ശതാബ്ദിയിലാണ്. ഷെരീഫ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തിന്നാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ചു അപ്പോൾ വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് നല്ല മഴയാണ് പുറത്ത്. പിന്നെ വേറെയും കുറേ ആൾക്കാരുണ്ട്. ചെക്കാൾ എല്ലാവർക്കും തന്നെ വഴി കൊടുക്കും, വഴി കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. പിന്നെ ഇവിടെ നമ്മൾ 2 ദിവസം നിന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ലുലു മാൾക്ക് പോയിരുന്നു. അവിടെ നേരെ ഇനി വർക്കലേക്ക് പോവാണ്. ബാക്കി ഞാൻ അവിടെ എത്തിയില്ല കാഴ്ച കാണാം. നമ്മൾ നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ ജസ്റ്റ് അതിലെ കണ്ടും കൊണ്ട് നടന്നുകൊണ്ട് കുറേ ലേറ്റായി. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വർക്കല പോവാണ്. യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫോണുമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. TT വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് TT, ഈ ടിക്കറ്റ് ചെക്കർ. ഈ ടിക്കറ്റ് ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ലാണ്ട് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കണ്ടില്ലേ TT എന്നതുപോലെ TT വരും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ലാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ആൾക്കാരൊക്കെ പലടിയിൽ മാറും. ഒരു 100-150 പേരെ ടിക്കറ്റ് വരുന്നുള്ളൂ. ഈ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ജേണി പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഇറക്കി വിടും. ശരിക്കുള്ള റൂള് ട്രെയിനിൽ ഇറക്കി വിടലൊക്കെയാണ്. പിന്നെ TTമാരുടെ കണ്ണിച്ചോര കൊണ്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്തു. മലയാളി TTമാർ ഞാൻ കണ്ട ആളുകളൊക്കെ ഉണ്ട്. ഒരു 90% ആളുകളും പെർഫെക്റ്റ്ലി ടിക്കറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ കാസർഗോഡ് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ TTമാർ അത്രത്തോളം ഭയങ്കര ഉഡായിപ്പും കൈമടക്കം സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും നമ്മൾ ഇതാണല്ല. പിന്നെ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് സ്ഥിരം കാണുന്ന ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ആലപ്പുഴ എത്തിട്ടോ. അപ്പം നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശതാബ്ദിയുടെ നമ്മൾ പോകുന്ന ട്രെയിന്. ഈ നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സീറ്റുകൾ ഉണ്ടാവും. ഈ സീറ്റുകൾക്ക് പറയുന്ന പേരാണ് CC, അതായത് ചെയർ കാർ. ഓക്കെ, ഇതിലിങ്ങനെ മുകളിൽ ലഗേജുകൾ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഈ സൈഡിൽ. പിന്നെ ഫാൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ജേണികൾക്കൊന്നും ഇത് പറ്റൂല. കാരണം എന്താ പറയുക, 30 അളകും. പിന്നെ വാഷ്റൂം ഉണ്ടാവും. വാഷ്റൂം ഇതേപോലെ ഈ 2 സൈഡിലും സാധാരണ ട്രെയിനുള്ള പോലെ തന്നെ ഇതിലിങ്ങനെ വാഷ്റൂം, പിന്നെ വെള്ളം, അത് ഇത് സകല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പുറത്ത് എല്ലാ ഇതിലും റൈറ്റ് സൈഡിൽ ഇതേപോലെ യൂറോപ്പ് ഉണ്ടാവും. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു വീഡിയോ ഇട്ടുണ്ട്. നിങ്ങൾ ടോയ്ലറ്റ് പേപ്പേഴ്സ് അത് കറക്റ്റ് ഈ ഒരു ഇതുണ്ടല്ലോ,
ഇതിവിടെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റ് പേപ്പേഴ്സിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടും. ആ വെള്ളം നമ്മൾ തൊടയിലാവില്ല. ഓക്കെ. ഈ ഗ്യാപ്പിലൂടെ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികളെ കൊണ്ട് നടക്കുമ്പോഴേ ഇങ്ങനത്തെ ഇതൊക്കെ നോക്കുക കേട്ടോ. അങ്ങനെയാണ് ഇത് വരുന്നത്. കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്. നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടോ. അപ്പം നമ്മൾ വർക്കല കുറച്ച് കഴിഞ്ഞാൽ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെത്തി. അതായത് വർക്കല ഇറങ്ങാൻ അലാറം വെച്ചാൽ മതിയിരുന്നു. നമ്മളിപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, കോഴിക്കോട് നിന്ന് ഇട്ട വണ്ടി നേരെ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ഒന്ന് ഇറങ്ങിപ്പോയി. ഈ ചേച്ചിമാർക്കൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു നമ്മള്. പറഞ്ഞത് ഞാനിരുന്നപ്പോ ഉറങ്ങിപ്പോയി. ഇല്ല, ഞാൻ ഉറങ്ങിപ്പോയില്ല, കഥ പറഞ്ഞ് വന്നപ്പോഴേ. അപ്പോൾ ഇതൊരു പാഠമായി ഉൾക്കൊള്ളാം നമുക്ക് അല്ലേ. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നേരെ KSRTC പിടിക്കും, നേരെ വർക്കല. 1 hour ഫ്രം ഹിയർ 43 kilometers. ഇവിടെ പോയി നോക്കാം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി സുഹൃത്തുക്കളെ. വർക്കല ഇറങ്ങേണ്ട നമ്മളൊരു പ്ലാനുമില്ലാതെ നല്ല പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ട്രിവാൻഡ്രം എന്താ പറയുക, റെയിൽവേ ആ കിളി പോയിക്കണ സുഹൃത്തുക്കളെ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇറങ്ങി നേരെ ബസ്സിൽ പോകണം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ബസ്സില്ല. സമയം എത്രയാ അറിയോ? 9:32. പിന്നെ ഏതായാലും ബസ്സിനുള്ള വകുപ്പ് നോക്കട്ടെ. അങ്ങനെ നമ്മൾ സംഭവം എന്താ വെച്ചാൽ ട്രെയിൻ മിസ്സായില്ലേ. അപ്പം നേരെ ഇപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് വർക്കലിൽ നിന്ന് ട്രെയിനാണ് മറ്റേ ഓട്ടോയിലാണ് പോണത്. ഓട്ടോയിൽ മീറ്റർ ചാർജും പ്ലസ് എത്ര പറയുന്നുണ്ട്. എന്തായാലും അപ്പം ഇനി നമ്മൾ നേരെ പോയി നോക്കാണ്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് അറിയാം കച്ചറുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഓക്കെ, അങ്ങനെ പോവാണ്. യാത്ര ഇങ്ങനെ പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെക്കനിവിടെ ഉണ്ട്. വെള്ളം പിടിക്കും. അപ്പോൾ നമ്മളിവിടെ തിരുവനന്തപുരത്തെത്തി. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ ഡ്രൈവറും ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. അതൊക്കെ നമ്മളെ ഗ്ലാസ്റ്റൺ ചേട്ടനാണ്. അപ്പം നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ വണ്ടിൻ്റെ മീറ്റർ ഓഫാക്കാം, എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ആള് ട്രിവാൻഡ്രംകാരനാണ്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം ഒഫീഷ്യലി. അപ്പോൾ നമ്മളെ പോയജർഗാമിൻ്റെ ഓട്ടോ ആണ്. സെറ്റ് കുതികളി അല്ലേ. തിരുവനന്തപുരത്തിന് ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യൂലേ നിങ്ങൾ? പിന്നെ ഏത് സമയത്ത് ഹെൽപ്പ് ചെയ്യും? തീർച്ചയായും. നിങ്ങൾ എത്ര വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ ഒരു കൊല്ലം സൗദിയിലായിരുന്നു. സൗദിയിലെവിടെ? സൗദിയിൽ നഫർ ജദീദ് മാഫി അറബി മൊത്തം മലയാളിയായിരുന്നു. എനിക്കും അറബി കമ്മി ആലത്തൂർ മാഫി موجود مويه 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 نو 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 مندي اكل كل وقت اكل على طول. അപ്പോൾ എന്തിനാ അവിടെ ജോലി എന്തിനു? അവിടെ എന്തെങ്കിലും ജോലി എന്തായിരുന്നു? ജോട്ടൻ്റെ കമ്പനി പെയിന്റ്. ജോട്ടൻ്റെ കടയിൽ പെയിന്റ് കടയിൽ സാധനം എടുത്തു കൊടുക്കാം. സാധനം എടുത്തു കൊടുക്കും. പിന്നീട് പണിക്ക് ഇറങ്ങി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ പിന്നെ ഭാര്യയ്ക്ക് സുഖമായിട്ടാണ് പോകുന്നത്. എന്താ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആയി, ഓവർ ബ്ലീഡിങ് റിമൂവ് ചെയ്തു. ഞാൻ വന്നാണ് പിന്നെ അതൊക്കെ റിമൂവ് ചെയ്ത്. എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. മോൻ 25 വയസ്സായി. സെറ്റാവും. മോൻ ഇവിടെ ശംഖുമോ ബീച്ചിൽ അവിടെ ഓൾഡ് ഓഫീസിൽ അതുപോലെ വയന്മാരുള്ള. അപ്പൊ നമുക്ക് ഗ്ലാസ്റ്റൺ ചേട്ടന് പേര് വെറൈറ്റി പേരാണ്. ഗ്ലാസ്റ്റൺ ചേട്ടൻ നമുക്ക് കിട്ടിയത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി, അതായത് നമുക്ക് വർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഉണ്ടായില്ല. ആ സമയത്താണ് മൂപ്പര് നമുക്ക് കിട്ടണത്. അപ്പോൾ ഒരു റൗണ്ട് ഇങ്ങനെ വന്നു. മൂന്ന് റൗണ്ട് ലക്ഷ്യം വെച്ചാണ് വീണ്ടും വന്നത്. അപ്പോഴും വീണ്ടും അപ്പൊ നമുക്ക് തോന്നി ഇത് മൂപ്പർക്ക് എഴുതിയതാണ്. സത്യം. ഞാൻ ആ ടൈമിൽ പറഞ്ഞു എന്ത്
നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. ലാസ്റ്റ് ചേട്ടൻ വൈജഗ്രാം യൂട്യൂബ് പിടിക്കുക കാണിച്ചു തരാം. ചേട്ടാ തിരുവനന്തപുരത്തിന് ആരെന്ത് ആവശ്യത്തിന് വന്നാലും യൂട്യൂബ് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. എന്താവശ്യമെങ്കിലും വിളിച്ചാൽ വരൂലേ? പിന്നെന്ത്, നമ്മളെ ആരെങ്കിലും ലോക്കായിട്ട് വിളിച്ചാൽ കുടുങ്ങി വിളിച്ചാൽ ഏത് സമയത്തായാലും വിളിച്ചാൽ നമ്മളവിടെ എത്തും. ഇവിടെ നമ്പർ ആഡ് ചെയ്ത് വൈജഗ്രാം. ഓക്കെ, സബ്സ്ക്രൈബ് ആൾ. ഇടയ്ക്ക് ഇങ്ങനെ ലൈക്ക് എടുക്കട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ലൈക്ക് അടിക്കുക. ഓക്കെ, ഇടയ്ക്ക് ലൈക്ക് അടിച്ചാൽ ഞാൻ കാശ്മീർ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഭക്ഷണം വന്നു, നല്ല അൽഫാം മന്തി. ഭക്ഷണം കഴിച്ച് മീറ്റർ വീണ്ടും ഇടാൻ പറ്റുമോ? നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ടാണ്ട് ബീച്ചിന്റെ എൻഡിലെത്തി. ഇതാണ് അവസ്ഥ. ലാഡ്സൺ ചേട്ടാ പറഞ്ഞോ, നമ്മൾ നടന്ന് ഇവിടെ എന്ത് ചെയ്ത റോഡ് എൻഡ് ചെയ്തു. ഗൂഗിൾ മാപ്പ് പോകുന്നുള്ള അവസ്ഥ ഇതാണ്. നേരെ തിരിക്കുന്നു. അപ്പൊ നമ്മൾ എത്താൻ വൈകിയോണ്ട് ബാക്കി അടച്ചിട്ട് പറയാം. നല്ല റോഡാണ്, നടന്നു നോക്കാൻ പോവാൻ നല്ല ഇവിടാണ് ഭരിക്കണേ. ഇവിടെ ഇടതിന്റെ ആളുകളായിരിക്കും. അതെ, പക്ഷെ വലുതായപ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇതാണ് റോഡ് കേട്ടോ. അപ്പോൾ 745 ഇതിൽ കാണിക്കും. മീറ്റർ ബോർഡിൽ കാണിക്കണം. 755 മതിയോ? എന്താ ചെയ്യാ? അപ്പോൾ സാധാരണ നമ്മൾ ഈ ട്രിവാൻഡ്രം ടൗൺ അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ മലപ്പുറം കോഴിക്കോട് അല്ലാത്ത ഏരിയകളിലേക്ക് വരുമ്പോൾ ഒക്കെ രാത്രി എന്ത് ചെയ്യണം? പൈസ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും നമ്മൾ റിട്ടേണിൻ്റെ പൈസ കൊടുക്കണം. 50 രൂപേൻ്റെ ഓട്ടാണെങ്കിൽ തിരിച്ചു പോൽക്ക് വരാനുള്ള 50 രൂപ 100 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റ് കാണിക്കുന്നത് 747 അപ്പോൾ 747 എത്ര 1500 കൊടുക്കേണ്ടത്. എല്ലാ ഓട്ടോക്കാരും നമ്മളോട് അതാ പറഞ്ഞത്. പക്ഷെ ഗ്ലാഡ്സൺ ചേട്ടൻ പറഞ്ഞത് 1.5 മതി. അതായത് അങ്ങോട്ടുള്ള പൈസൻ്റെ പകുതി തന്നാൽ മതി. അപ്പോൾ 1117 1100 രൂപയിൽ 30 സെറ്റായി. അപ്പോൾ നമ്മളാ പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ ഇനി കാണാം. ഓക്കെ, ഇതെടുത്ത് വെക്കുക ഓർമ്മക്ക് വേണ്ടിയിട്ട്. നമ്പർ ഞാൻ തരാം. ഞാൻ അയച്ചു സേവ് ചെയ്ത്. ഞാൻ മിസ് കോൾ ആയിട്ടുണ്ട്, ഞാൻ വിളിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ എത്തി. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.